നമസ്കാരം. ഷീബഡിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ എല്ലാ പാഠങ്ങളിലൂടെ വളരെ പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഒന്നാമത്തെ പാഠം ലക്ഷ്മണ സാന്ത്വനമാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ, ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ, ആധുനിക മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. ഇതാണ് പാഠഭാഗ സന്ദർഭം. അപ്പോൾ തന്റെ ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായി ഊരിപ്പിടിച്ച വാളുമായി എത്തുന്ന ആ ഒരു ലക്ഷ്മണനെ വളരെ സ്നേഹപൂർവ്വം സാന്ത്വനിപ്പിക്കുകയാണ്. വാത്സല്യത്തോടെ, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, വളരെ വാത്സല്യപൂർവ്വമാണ് അഭിസംബോധന ചെയ്ത് ശ്രീരാമൻ സംസാരിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് കാണാൻ കഴിയുന്ന രാജ്യവും ദേഹവും ധനവും ധാന്യവും ഒന്നും ശാശ്വതമല്ല, എല്ലാം മായയാണെന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ സുഖദുഃഖങ്ങളെല്ലാം ക്ഷണികമാണ്. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള അവിടെ ഇരുന്നു കൊണ്ട് ആഹാരത്തിനായി അപേക്ഷിക്കുന്ന പോലെയാണ് കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മൾ ഭോഗങ്ങൾ, സുഖങ്ങൾ തേടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ യൗവനവും ഒന്നും സ്ഥിരമല്ല, ആർത്തവ പണവും ഒന്നും ഐശ്വര്യവും ഒന്നും സ്ഥിരമല്ല. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. അന്ന് ശരീരം പെട്ടെന്ന് ഇല്ലാതാകും. നമുക്ക് അഹംബുദ്ധി കൊണ്ട്, അഹങ്കാരം കൊണ്ടാണ് നമ്മൾ മോഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട്, മോഹം നിമിത്തമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന അഹംബുദ്ധി, അഹങ്കാരം അല്ലെങ്കിൽ ഞാനെന്ന ഭാവം കൈക്കൊണ്ട് നമ്മൾ അഹങ്കരിക്കുന്നത്. ഒരു വ്യക്തിദേഹമാണെന്ന് കരുതരുത്, ആത്മാവും ആണ്, നമ്മളെ ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ബ്രാഹ്മണയോഹം നരേന്ദ്രയോഹം, ഞാൻ നരേന്ദ്രനാണ്, രാജാവാണ്, നരന്മാരുടെ ഇന്ദ്രനാണ്, ബ്രാഹ്മണനാണെന്ന് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ മരണം സംഭവിച്ചേക്കാൻ. അതുകൊണ്ട് നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ, നദിയിലൂടെ ഒഴുകുന്ന തരിക്കഷ്ണങ്ങൾ പോലെ നമ്മൾ പലയിടത്തും വെച്ച് ചിതറിപ്പോകാം. പുത്രനും മിത്രവും കളത്രവും ഭാര്യയും അർത്ഥവും ഒക്കെ ആയിട്ടുള്ള സംഗമം, ആലയ സംഗമം പെരുവഴി അമ്പലത്തിൽ കൂടുന്നത് പോലെയാണെന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവ നമുക്ക് തടസ്സമായി, മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നതാണ്. പിന്നെ സംസാരനാശിനിയായത് വിദ്യയാണ്, മോഹത്തെ ഹനിക്കുന്നത് വിദ്യയാണ്, സംസാരകാരിണിയായത് അവിദ്യയാണ്, മോഹത്തെ ഉണ്ടാക്കുന്നതും അവിദ്യയാണ്. അപ്പൊ ക്രോധം സർവ്വതിനെ നശിപ്പിക്കുന്നു, അതാണ് ഏറ്റവും വലിയൊരു ദോഷം എന്നുകൂടെ പറയുന്നു. അപ്പൊ മനുഷ്യജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ വെടിഞ്ഞ് ഏകാന്തമായ മനസ്സോടുകൂടി വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഇത്രയുമാണ്, അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ ആ ഒരു ഗഹനമായ തത്വങ്ങൾ വളരെ ലളിതമായ, ചുട്ടുപഴുത്തിരിക്കുന്ന ലോകത്തിൽ വീഴുന്ന വെള്ളത്തുള്ളി കണക്ക് പോലെയാണ് മനുഷ്യജീവിതം എന്നൊക്കെ പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ അവർ നമ്മൾ എന്ന നിത്യമായി കാണുന്ന ഉദാഹരണങ്ങളിലൂടെ ഗഹനമായ ജീവിത സത്യങ്ങളെ, തത്വങ്ങളെ അവതരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. തൊട്ടടുത്ത പാഠം ഹൃദയോഗമാണ്. കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റാണ്, ശ്രദ്ധിക്കണം. നമുക്ക് 400 വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുത്തച്ഛൻ, ബിസിയിൽ ജീവിച്ചിരുന്ന കാളിദാസൻ, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിക്ടർ ഹ്യൂഗോ, ഇവർ 3 പേരുടെയും പാഠങ്ങൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇനി കാലാതീതമായി ഈ പുസ്തകങ്ങൾ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വവിഖ്യാതനായ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് മഹാഭാരതത്തിലെ കഥാതന്തുവാണ്. AR രാജരാജവർമ്മയാണ് ഇതിനെ മലയാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. മലയാള ശാകുന്തളത്തിലെ 7ാം അംഗമാണ്. വർഷങ്ങൾക്ക് ശേഷം ദുഷ്യന്തൻ തന്റെ ഭാര്യയായ ശകുന്തളയും മകനെയൊക്കെ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. അപ്പൊ ഇവിടെ അദ്ദേഹം ആശ്രമ പരിസരത്തിൽ എത്തുമ്പോൾ കാണുന്നത് സർവ്വദമനൻ, സർവ്വത്തിനെയും ദമൻ ചെയ്യുന്നവനായ ഒരു ബാലൻ. അവൻ സിംഹത്തിന്റെ ഗളരോമങ്ങളിൽ പിടിച്ചു വലിക്കുകയായിരുന്നു. ആ കുട്ടിയോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നി. ആ കുട്ടി അപ്പോൾ താപസ്യമാരിൽ നിന്ന് അപ്പോൾ ഇവനെ കാണുമ്പോൾ തന്നെ അവന്റെ കൈകളുടെ ആ ഒരു ആകൃതി, വിരലുകൾ ഞെരുങ്ങിയതുപോലെയുള്ള ഒരാകൃതി, അതിന്റെ ചുവപ്പ്, അതിന്റെ സൗന്ദര്യമൊക്കെ കാണുമ്പോൾ തന്നെ ചക്രവർത്തി ലക്ഷണം അവന്റെ കൈയിൽ കൊണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ രാജാവിന് അല്ലാതെ അവനോടൊരു സ്നേഹം തോന്നി, അവനെ ലാളിക്കാൻ രാജാവിന് തോന്നുന്നു. അപ്പോൾ ഇവന്റെ കയ്യിൽ അപരാജിത എന്ന രക്ഷ കെട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അത് രാജാവ് പിടിച്ചിട്ട് പൊട്ടിയിട്ടും രാജാവിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അത് അച്ഛനും അമ്മയും അല്ലാതെ ആര് തൊട്ടാലും അത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് സർപ്പമായി തീർന്ന് കടിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ രാജാവിന് അത് വലിയ ഒരു ഇതായി. അപ്പോൾ ഇത് തന്റെ മകനാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. കുഞ്ഞിന് കളിക്കാനായി ഒരു മൺമയിലിനെ അവിടെ നിന്ന് കൊണ്ടുവന്നു. മൺമയിലിനെ കണ്ടപ്പോൾ ഇതാ ശകുന്തലാസ്യം നോക്കൂ എന്ന് പറഞ്ഞ് ആ താപസി കാണിച്ചു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ ശകുന്തളയുടെ ഹാസ്യമെന്ന് തെറ്റിദ്ധരിച്ച കുഞ്ഞ് ശകുന്തള എൻ്റെ അമ്മയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ശകുന്തള തന്നെയാണോ താൻ സ്നേഹിച്ചിരുന്ന ശകുന്തള എന്ന് രാജാവ് ചിന്തിക്കുന്നു. അപ്പോൾ അവസാനം ഈ പ്രസ്താവം കാനൽ ജലം പോലെ എനിക്ക് വിഷാദത്തിന് ഇടയാക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് രാജാവ് ചിന്തിക്കുന്നു. അവസാനം രാജാവ് ശകുന്തളയെ കണ്ടുമുട്ടുന്നു. മുദ്രമോതിരം തിരിച്ചറിയുന്നു. അപ്പോൾ എല്ലാവരും അവസാനം ഒരുമിച്ച്
അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദുഷ്യന്തന്റെ കഥാപാത്ര നിരൂപണമൊക്കെ ഈ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പൊ ദുഷ്യന്തൻ ശകുന്തളയുടെ കാൽക്കൽ വീണ് അവളോട് മാപ്പ് പറയുന്നു. കാരണം ഞാൻ ഖലനാണ്, ദുഷ്ടനാണ്, ഞാൻ അന്ധൻ, മാല്യം മൂർധാവിലിട്ടാൽ പോലും പാമ്പെന്ന് കരുതി കുടയും, അതുപോലെയാണ് നിന്നെ ഞാൻ അന്ന് സ്വീകരിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് തന്റെ താൻ കാണിച്ച ക്രൂരതകൾക്കെല്ലാം മാപ്പ് പറയുന്ന ഒരു ദുഷ്യന്തനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതോടെ അത് ഇവരും എല്ലാവരും ചേർന്ന് ദേവമാതാക്കളിൽ നിന്ന് അനുഗ്രഹം വാങ്ങുമ്പോൾ വളരെ ശുഭപര്യവസ്ഥായിയായിട്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചന്ദനമരം ആശ്രമം, അവിടെ പാമ്പ് പോലെ ഈ ബാലൻ, അതായത് അവന് ആശ്രമത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത് എന്നവിടെ രാജാവ് സൂചിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അപ്പോൾ ഇതിനെ ഹൃദയോഗത്തിന് വസന്തഗ്രാമം എന്നാണ് അർത്ഥം പറയുന്നത്. ശകുന്തളയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യമാണ് ഹൃദയോഗം എന്ന പേരുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ ഈ ഒരു കവിത, ഈ ഒരു നാടകം വളരെ രസകരമായി, അല്ലെങ്കിൽ അത് ഇതിന്റെ ആശയം ഈ ഒരു നാടകത്തിന്റെ ആശയം ഇത്രയുമാണ്. തൊട്ടടുത്തത് ആ പാവങ്ങൾ എന്ന പാഠമാണ്. അതിന്റെ ആമുഖം, അതിന്റെ പ്രധാന ഭാഗം അറിയാലോ, വിശ്വപ്രസിദ്ധനായ ഫ്രഞ്ച് സാഹിത്യകാരനായ വിക്ടർ യുഗോവിന്റെ ആണ്. ലാമിറബെലെ എന്ന കൃതിയാണ് പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് നാരായണ മേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ നോവലിൽ നിങ്ങൾക്ക് അറിയാം, പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു മഞ്ഞുകാലത്ത് റൊട്ടി മോഷ്ടിക്കുകയും തന്റെ സഹോദരിയുടെ മക്കൾക്ക് അത് നൽകുകയും ചെയ്യുന്നു. പക്ഷെ ആ പേരിലാണ് അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. 5 വർഷം ശിക്ഷ, അതിനിടയിൽ തടവ് ചാടി, അങ്ങനെ 19 വർഷത്തെ മൊത്തം ശിക്ഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന അയാൾ ഒരു മെത്രാന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെ മെത്രാൻ അയാൾക്ക് ആഹാരം കൊടുക്കുന്നു. ഒരുപാട് പേര് ആട്ടിപ്പുറത്താക്കിയിട്ടാണ് മെത്രാന്റെ ഭവനത്തിൽ ചെല്ലുന്നത്. പക്ഷെ മെത്രാന്റെ വീട്ടിലെ വെള്ളി മെഴുകുതിരി കാലുകളിലൊക്കെ ആയിരുന്നു, വെള്ളിപ്പാത്രങ്ങളിലുമായിരുന്നു അയാളുടെ ശ്രദ്ധ. അയാളൊരു പൂച്ചയുടെ മെയ്വഴക്കത്തോടു കൂടി അന്ന് രാത്രി ആ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ആ സാധനങ്ങൾ ഒരു ചാക്ക് കെട്ടിലാക്കി അവിടുന്ന് കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെയാണ് പാത്രങ്ങൾ നഷ്ടപ്പെട്ട വിവരം ആരറിയുന്നത്? മെത്രാൻ അറിയുന്നത്. അപ്പൊ അവിടുത്തെ മദാം മഗ്ലോർ എന്ന സ്ത്രീയാണ് ഇത് അദ്ദേഹത്തെ അറിയിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വെള്ളിപ്പാത്രങ്ങൾ അതിന് നമ്മുടേതായിരുന്നു. മാത്രമല്ല, ഒരു കഷ്ണം അപ്പം പാലിലെടുത്ത് മുക്കുന്നതിന് എന്തിന്റെ പോലും ആവശ്യമില്ല, മരം കൊണ്ടുള്ള കൈലിന്റെയും സ്പൂണിന്റെയും പോലും ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയാം. അത്രയ്ക്ക് ലാളിത്യത്തിന്റെ മുഖ മുദ്രയായിരുന്നു മെത്രാൻ. അപ്പൊ മോഷണ വസ്തുവുമായിട്ട് ഇയാളെ കുറച്ചു കഴിഞ്ഞ് പോലീസുകാർ കൊണ്ടുവരുമ്പോൾ, എന്താണ് സ്നേഹിത, ഞാൻ തന്ന മെഴുകുതിരിക്കാലുകൾ കൂടെ നീ കൊണ്ടുപോകാത്തത് എന്ന ചോദ്യവുമായിട്ടാണ് മെത്രാൻ അയാളെ എതിരേൽക്കുന്നത്. ഇത് കേട്ടപ്പോൾ അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ, തന്റെ തെറ്റുകൾ ക്ഷമിച്ച് സ്നേഹിക്കുന്ന ഈ ഒരു മനുഷ്യനെ അയാൾ വളരെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭാവവിശേഷത്തോടെ നോക്കുമ്പോൾ മെത്രാൻ പറയുന്നത്, ഈ ക്ഷണം നീ ആയിരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ മെത്രാൻ തരുന്നത് ഒരു പുതിയ സന്ദേശമാണ്. ഈ ഒരു കൃതി തന്നെ മലയാള സാഹിത്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതാണ്. ഒരു കള്ളൻ കഥാപാത്രമായി മാറുന്നു. പക്ഷേ എല്ലാവരും സാഹചര്യം കൊണ്ടാണ് പലപ്പോഴും അവർക്ക് ഇങ്ങനെയൊക്കെ ആകേണ്ടി വരുന്നത്. ആരും തന്നെ കള്ളനായി ജനിക്കുന്നില്ല എന്നൊരു സന്ദേശവും കൂടെയാണ് ഈ ഒരു കൃതി ലോകത്തെ മുഴുവനും ഉള്ള വായനക്കാർക്ക് നൽകുന്നത്. ഇനി അടുത്ത പാഠം വിശ്വരൂപമാണ്. വിശ്വരൂപം അറിയാലോ, മലയാള ചെറുകഥാകൃത്തുക്കളിൽ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ശക്തിയായ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജന. അവരുടെ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് വിശ്വരൂപം. അപ്പോൾ അവിടെ മിസ്റ്റർ തലത്തുണ്ട്, മിസ്സിസ് തലത്തുണ്ട്, സുധീറുണ്ട്. ഈ 3 കഥാപാത്രങ്ങളിലൂടെയാണ് കഥ മുന്നിലേക്ക് പോകുന്നത്. മിസ്റ്റർ തലത്ത് എന്നുള്ളത് മിസ്സിസ് തലത്തിന്റെയും സുധീറിന്റെയും വാക്കുകളിലൂടെയാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു വികാരമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ മാഡം തലത്ത് ചിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പൊ വിദേശ അംബാസഡർ ആയിരുന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരു പ്രൗഢവനിതയായി ഭാരതത്തിന്റെ അംബാസഡറെ പോലെ ഇവരും പറന്നു നടന്നു. പക്ഷെ അപ്പോഴൊന്നും തന്റെ മക്കളെ അവർ വളർത്തുക എന്നുള്ള ഒരു കർത്തവ്യം അവർ ചെയ്തില്ല. ആ കുട്ടികളെ രോഗം വരുമ്പോൾ നോക്കുകയോ അവരെ മുലയൂട്ടുകയോ അവർക്ക് ആഹാരം കൊടുക്കുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പലപ്പോഴും അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഉമ്മ വയ്ക്കാൻ മാത്രമാണ് അവരടുത്തേക്ക് ചെല്ലുന്നത്. ഇത് ഇവരുടെ പ്രൈവറ്റ് സെക്രട്ടറി, മിസ്റ്റർ തലത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുധീർ വർഷങ്ങൾക്ക് ശേഷം മിസ്സിസ് തലത്തിനെ തേടി ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മിസ്സിസ് തലത്തിന്റെ പുതിയ ജീവിത സന്ദർഭത്തിൽ അവരെ കണ്ടിട്ട് തിരിച്ചറിയും, ഒരു താപസിയുടെ രൂപമാണ്. അന്ന് കണ്ട പ്രൗഢഗംഭീരയായ വനിതയല്ല അവർ. താഴത്തു കുഞ്ഞുകുട്ടിയം എന്നുള്ള പേരിൽ അവരുടെ ജീവിതം പിന്നീട് അവിടെ ശാന്തമായി നയിക്കുകയാണ്. അവർക്ക് മക്കൾക്ക് നൽകാൻ കഴിഞ്ഞില്ല. പക്ഷേ സുധീറിനെ കണ്ടപ്പോൾ അവർ ആഹാരമൊക്കെ നൽകുന്നതും ഇരുത്തി കഴിക്കുന്നതും ഒക്കെ അവരുടെ ആ മാതൃസ്നേഹത്തിന്റെ അവരുടെ ഉള്ളിൽ അടക്കി നിർത്തിയിരുന്ന മാതൃസ്നേഹത്തെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നീ നിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭാര്യയോട് പറയണം, ഒരിക്കലും മക്കളെ ബോർഡിങ്ങിൽ നിർത്തരുത്, കുട്ടികൾ അമ്മയുടെ ഭാഗമായി തന്നെ വളരണം, എന്നാലേ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും. അപ്പൊ തന്റെ മക്കൾക്ക് തന്നെ ഈ പ്രായത്തിൽ നോക്കാൻ താല്പര്യമില്ല, അതായത് അവരുടെ ചെറുപ്രായത്തിൽ താൻ അവരെ നോക്കിയിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധവും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്
അമ്മ എന്ന മാതൃരൂപത്തിന്റെ വിശ്വരൂപമാണ് ഇവിടെ നൽകുന്നത്. അപ്പൊ മാഡം തലത്ത് താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ എന്ന ഒരു സ്ത്രീയായി മാറുകയാണ്. അതാണ് അവരുടെ യഥാർത്ഥ രൂപം. അപ്പൊ ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസഡർ എന്ന നിലയിൽ കണ്ടിരുന്ന ഒരു സ്ത്രീ അവരുടെ ജീവിതം ഈ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് ഭർത്താവിന് വേണ്ടിയാണ് എന്നവർ പറയുന്നു. അപ്പൊ ദേശത്തിനും കാലത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെട്ടു പോകുന്നത് എന്നുകൂടെ സുധീർ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരെ ന്യൂയോർക്കിൽ കണ്ട ഒരു വൃദ്ധനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതായത് അയാൾ പറയുന്നു, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മേഡം, ഇന്ത്യയിൽ അച്ഛനെ അമ്മയും എല്ലാവരും നന്നായിട്ട് നോക്കും, സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ താൻ തന്റെ അച്ഛനെയും അമ്മയും നോക്കിയിട്ടില്ല, തന്റെ മക്കളെയും വളർത്തിയിട്ടില്ല, താൻ തന്റെ ഭർത്താവിന്റെ ജീവിതത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയായിരുന്നു എന്ന് മിസ്സിസ് തലത്ത് ഓർക്കുന്നു. നമ്മുടെ ഒരു സ്നേഹം എന്ന ആശാൻ തന്നെ പേരിട്ട് വിളിച്ച പ്രിയദർശനത്തിലെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെയാണ് പ്രിയദർശന എന്ന ഭാഗം. നളിനിയും ദിവാകരനുമാണ് ബാല്യത്തിലെ കളിക്കൂട്ടുകാരായിരുന്നു. പക്ഷെ വേർപിരിഞ്ഞു പോയതിനു ശേഷം ദിവാകരൻ സന്യാസത്തിലേക്ക് തന്നെ പോവുകയാണ്. നളിനി ഇയാളെ അന്വേഷിച്ച് യാത്രയാകുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഹിമാലയ താഴ്വരയിൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അപ്പൊ നളിനി പറയുന്നു, എൻ്റെ ദിഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഭാഗ്യം ഒരുപാട് കാലത്തിന് ശേഷം വടിവി എന്നൊരു രൂപമായിട്ട് എൻ്റെ മുന്നിൽ അങ്ങയുടെ രൂപമെടുത്ത് ദൃഷ്ടമായി എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വളരെ സന്തോഷപൂർവ്വം അവൾ പറയുന്നു. അപ്പോൾ ഈ ഒരു തൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, വളരെ കാലം നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അത് ഈശ്വരൻ നമുക്ക് നൽകും എന്നൊക്കെ അവള് നളിനി ദിവാകരനോട് പറയുന്നു. ബാല്യകാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുന്നു. പക്ഷെ ദിവാകരൻ പറയുന്നത് എന്താണ്, എനിക്ക് കൂടുതൽ നിന്നോടൊന്നും പറയാനില്ല, നീ എന്തിനാണ് ഇവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയൊക്കെ ആണെങ്കിൽ അവരവരുടെ നിജകർമ്മ നീതരാണ് മനുഷ്യർ. അവനവന്റെ കർമ്മം ചെയ്യാനായി നയിക്കപ്പെടുന്നവരാണ് നയിക്കപ്പെടുന്നവരാണ് മനുഷ്യർ. അങ്ങനെ എന്തോ കാര്യത്തിനായിരിക്കും നീ ഈ കാട്ടിൽ വന്ന് താമസിക്കുന്നത്. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉപകാരം ഞാൻ ചെയ്തു തരണോ? അത് ഞാൻ ചോദിക്കുന്നത് തന്നെ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്നവരാണ് അമലെ വിവേകികൾ. പരിശുദ്ധ വിവേകികളായവർ അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നവരാണ്. ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാൻ നിന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു എന്ന് മാത്രമാണ് നളിനിയോട് ദിവാകരൻ പറയുന്നത്. അപ്പൊ ഇവിടെ നളിനിയുടെ മുഖത്തിന്റെ ആ ഒരു മാറ്റം, കരഞ്ഞു തുടുത്ത ആ മുഖം പുലർക്കാലത്തെ പനിനീർ പൂവിൽ മഞ്ഞുതുള്ളി വീണിരിക്കുന്ന പോലെ സുന്ദരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വളരെ കാലത്തെ അവളുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു അവസാനമാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നളിനി സ്നേഹത്തിന്റെ പ്രതിരൂപമാണെങ്കിൽ ദിവാകരൻ ആത്മീയതയുടെ പ്രതിരൂപമാണ് എന്നുള്ള ആ പാഠമാണ് ഇനി വരുന്നത്. കടൽ തീരത്ത് കേരളത്തിലെ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ഒ.വി. വിജയന്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണിത്, കടൽ തീരത്ത്. അപ്പൊ ഈ കവിത, ഈ ഒരു കഥ വെള്ളായപ്പൻ എന്ന ഒരു വൃദ്ധന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ മകൻ കണ്ടുണ്ണിയാണ് ഇതിലെ മറ്റൊരു പ്രധാന കഥാപാത്രം. നിസ്സഹായനായ ഒരു വൃദ്ധന്റെ നിലവിളി ആദ്യന്തം മുഴങ്ങി നിൽക്കുന്ന ഒരു കഥയാണ്. ബലിച്ചോറ്, കയ്യിലുള്ള പൊതിച്ചോറ് തന്നെ ബലിച്ചോറായി മാറുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പാഴുതറ എന്ന ഗ്രാമത്തിലെ നിരക്ഷരനും ദരിദ്രനുമാണ് ഈ പിതാവ്. അവിടെ നടന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് മകൻ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. പക്ഷെ ആ മകനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനോ അവന്റെ വധശിക്ഷ ഇല്ലാതാക്കാനോ ഈ പിതാവിന് കഴിയുന്നില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു വലിയ അടയാളപ്പെടുത്തൽ കൂടെയാണ് ഈ വെള്ളായിയപ്പൻ. അപ്പൊ വഴിമധ്യേ പോകുന്ന വഴിക്ക് അദ്ദേഹം കാണുന്ന പുഴയും ഒക്കെ അദ്ദേഹത്തെ കരയിപ്പിക്കുന്നു. പുഴയിലിറങ്ങിയപ്പോൾ അച്ഛന്റെ ശവശരീരം കുളിപ്പിച്ചത്, മകനെ കുട്ടിക്കാലത്ത് കുളിപ്പിച്ചത് അയാളുടെ ഓർമ്മയിലേക്ക് വരുന്നു. അവിടുന്ന് പാടത്തിലേക്ക് പോകുമ്പോൾ പിതാവ് വൈകുന്നേരങ്ങളിൽ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്നത്, തന്റെ കൈ പിടിച്ച് മകൻ അസ്തമന പക്ഷികളെ നോക്കി നിൽക്കുന്നതും വെള്ളായിയപ്പൻ കാണുന്നു. അപ്പൊ ഇത് വെള്ളായിയപ്പന്റെ ഓർമ്മകളില് പിതാവിനെ കുറിച്ചുള്ളത് ഭൂതകാല ഓർമ്മയും മകനെ കുറിച്ചുള്ളത് ഭാവികാല ഓർമ്മയുമാണ്. വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത് വെള്ളായിയപ്പനാണ്. ഈ രണ്ടു കൂട്ടരും അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണെന്നുള്ളൊരു സൂചന കഥ നൽകുന്നുണ്ട്. ആ കഥയിൽ ഉടനീളം മൗനമാണ്. കാണുന്നവരെല്ലാം പേര് നീലി എന്ന് വിളിക്കുമ്പോൾ വെള്ളായിച്ചോ എന്നുള്ളൊരു മറുവിളി. ആ മറുവിളിയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ആശ്വാസം പകരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ വെള്ളായിയപ്പന് കൊലക്കേറായിട്ട് തോന്നുന്ന അപരിചിതരുടെ സംഭാഷണങ്ങളാണ്. ജയിലിലെത്തി അവസാനമായിട്ട് അദ്ദേഹം വെള്ളായിയപ്പൻ മകനെ കാണുന്നു. അവിടെയും അപ്പ മകനെ എന്നുള്ള രണ്ട് വിളികൾ മാത്രമേ ഇതിനകത്ത്, മകനെ നീ കുറ്റം ചെയ്തോ, ഞാൻ കൊലപാതകം ചെയ്തോ, ചെയ്തില്ല, എന്നെ രക്ഷിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുള്ളതായിട്ടാണ് പറയുന്നത്. അവസാനം തൂക്കിലേറ്റിയ മകന്റെ ശരീരം ഒരു പെറ്റിച്ചെ പോലെ ഏറ്റുവാങ്ങി അതിനെ സംസ്കരിക്കാൻ പൈസ ഇല്ലാതെ അത് അവരെ തന്നെ ഏൽപ്പിച്ചിട്ട് ഈ നഗരത്തിന്റെ പുറമ്പോക്ക് സ്ഥലത്തേക്ക്, വെളിനിലത്തേക്ക് നടക്കുന്ന വെള്ളായിയപ്പൻ മണ്ണിട്ട് മൂടുന്നതിന് മുമ്പേ മകന്റെ നെറ്റിത്തടത്തിൽ കൈത്തലം വെച്ച് അനുഗ്രഹിക്കുന്നു.
ഭയങ്കരമായ ഹൃദയ നൊമ്പരം ഉണർത്തുന്ന ഒരു കഥയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ 3 ദിവസമായി ഭാര്യയെ കോടച്ചി കെട്ടിക്കൊടുത്ത് വിട്ട പൊതിച്ചോറ് കഷത്തിൽ തന്നെ ഇരിപ്പുണ്ട്. അത് അദ്ദേഹം കഴിച്ചിട്ടില്ല. ആ ഒരു ചോറാണ് അദ്ദേഹം ബലിച്ചോറായിട്ട്, അല്ലെങ്കിൽ കടൽ തീരത്തേക്ക് ഇങ്ങനെ വാരി എറിയുമ്പോൾ അന്നം കൊത്താൻ മുകളിൽ നിന്ന് ബലിക്കാക്കകൾ ഇറങ്ങി വന്നു. അപ്പോൾ ഒരു അന്ത്യകർമ്മം പോലും ആ പിതാവ് അങ്ങനെ അറിയാതെ നടത്തുകയാണ് ഇതിനിടയിലൂടെ നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ സ്ഥിതികളുടെ മുന്നിൽ സമ്പത്തുള്ളവൻ മാത്രമാണ്, അധികാരമുള്ളവൻ മാത്രമാണ് കയ്യൂക്കുള്ളവൻ. ബാക്കി എല്ലാവരും ഈ ഒരു സമൂഹത്തിൽ നിസ്സഹായരാണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ ചിത്രം കൂടിയാണ് ഇവിടെ നമുക്ക് ഇദ്ദേഹം പകർന്നു തരുന്നത്. ഇത്രയും പാഠങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കി പറഞ്ഞതാണ്. അടുത്ത ഭാഗത്തിൽ നമുക്ക് ബാക്കിയുള്ള പാഠങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താം. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഒന്നും പ്രധാനപ്പെട്ടതുപോലും പലതും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പാഠങ്ങളുടെ വീഡിയോയും ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.